ഈ വീട്ടിൽ നിന്നാൽ ചുറ്റിനുമുള്ള പച്ചപ്പിൻ്റെയും പിന്നിലൂടെ ഒഴുകുന്ന ഇരുവഞ്ഞിപ്പുഴയുടെയും ഒരു പനോരമിക് വ്യൂ ആണ് ദൃശ്യമാവുന്നത്. വീട് ഓരോ സമയത്തും ഓരോ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. പുറത്ത് മാറി വരുന്ന വെയിലും മഞ്ഞും മഴയും എല്ലാം അതിനെ എല്ലാ ഭാവതീവ്രതയോടെയും ഉള്ളിലെത്തിച്ചിട്ടുള്ളൊരു വീടാണിത്. കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള ഈ വീടിനെ മോഡേൺ ട്രോപ്പിക്കൽ ഹൗസ് എന്ന് എല്ലാ അർത്ഥത്തിലും വിളിക്കാം. അൻപത് വർഷം പഴക്കമുള്ള പഴയ വീട് പൊളിച്ചു കളയാതെ അതിൽ പ്രായമായ മാതാപിതാക്കളെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എൽ ഷേപ്പിൽ പുതിയ വീട് നിർമ്മാണം ആരംഭിച്ചു. ഈ വീടിൻ്റെ പ്ലോട്ടിനുമുണ്ട് പ്രത്യേകത. റോഡിൻ്റെ ലെവലിൽ നിന്നും 1.5 മീറ്റർ താഴ്ചയിലാണ് പഴയ വീടുണ്ടായിരുന്നത്. പല തട്ടുകളായി കിടന്നിരുന്ന ഭൂമിയാണ് ആ പ്ലോട്ടിനെ പ്രയോജനപ്പെടുത്തുവാൻ ആർക്കിടെക്റ്റ് തീരുമാനിച്ചു. പണി പൂർത്തിയായപ്പോൾ വീട് റോഡിൻ്റെ ലെവലിലായി. റോഡിൽ നിന്നും നേരെ കയറുന്നത് മുകൾ നിലയിലേക്കാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുമ്പോഴാണല്ലോ ആർക്കിടെക്ചർ വിജയിക്കുക. അതാണല്ലോ ഒരു ആർക്കിടെക്റ്റിൻ്റെ വിജയവും. വീടുപണി തീരാറായപ്പോഴാണ് മാതാപിതാക്കളെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിച്ച് പഴയ വീട് പൊളിക്കുന്നത്. അത് പൊളിച്ചപ്പോൾ വലിയൊരു ഓപ്പൺ സ്പേസാണ് ലഭിച്ചത്. മഞ്ഞും മഴയും വെയിലും പുഴക്കാഴ്ചകളും ആവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു ഓപ്പൺ സ്പേസ്. ചാച്ചൻ്റെ താല്പര്യം വീടിനു മുന്നിലെ മുറ്റത്തേക്കും ഗേറ്റിലേക്കും നോട്ടമെത്തുന്ന വിധം മുറി വേണമെന്നായിരുന്നു. അമ്മച്ചിക്കാകട്ടെ പുഴയുടെ കാഴ്ചകളെ വീടിനുള്ളിലിരുന്ന് ആസ്വദിക്കണമെന്നും. ഈ ആഗ്രഹങ്ങളെയൊക്കെ ആർക്കിടെക്റ്റ് സാധ്യമാക്കിയിട്ടുണ്ട്. അവരുടെ വയ്യായ്കകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നടക്കുവാനുള്ള എളുപ്പത്തിനായി റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. താഴെ അടുത്ത ലെവലിലാണ് ഫാമിലി ഏരിയകൾ. ഏറ്റവും താഴെ ബേസ്മെൻറ്റ് ലെവലിൽ ഗാരേജും പാർട്ടി ഏരിയയും ഉണ്ട്. വാഹനത്തിൽ വീട്ടിലേക്ക് എത്തുന്ന ഒരാൾക്ക് താഴെ ബേസ്മെൻറ്റിൽ വണ്ടി നിർത്തി അവിടെ നിന്നും വീട്ടിലേക്ക് കയറാം. കിച്ചനെ ഉപയോഗിക്കുവാനും പുഴയിലേക്ക് ഇറങ്ങുവാനും കഴിയുന്ന തരത്തിലാണ് പാർട്ടി ഏരിയ. ഗൃഹനാഥൻ ബിജോയ്ക്ക് തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും നൊസ്റ്റാൾജിക്കായ ഓർമ്മകളെയും പരിസര കാഴ്ചകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വീടൊരുക്കുവാനായിരുന്നു താല്പര്യം. കളിച്ചും കുളിച്ചും തിമിർത്ത ഇരുവഞ്ഞിപ്പുഴയും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും വീട്ടിലേക്ക് ആവാഹിക്കുന്ന ഓപ്പൺ സ്പേസ് നിറഞ്ഞ അകത്തളം. മാസ്റ്റർ ബെഡ്റൂമും മറ്റ് കിടപ്പുമുറികളും പുഴക്കാഴ്ചകൾ നിറയുന്നവയാണ്. ബാൽക്കണിക്ക് പുറത്തെ കാഴ്ചകളെ ഒപ്പിയെടുക്കുന്ന വലിയ ബേ വിൻഡോകളാണ്. സ്കൈലൈറ്റ് കടന്നു വരുന്ന വിശാലമായ ബാത്റൂമുകളാണിവിടെ. ഈ ഓപ്പൺ ഏരിയകൾ മുഴുവനും ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്ന് ബിജോയ് പറഞ്ഞു. പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ അടിത്തറക്കല്ല്, സ്റ്റെപ്പുകൾ, ചെങ്കല്ല്, ഓട്, അങ്ങനെ പല സാമഗ്രികളും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ.
കിണറിനെ സംരക്ഷിച്ചു. വാതിലുകളും ജനാലകളും ചുറ്റുമതിലും ഉൾപ്പെടെ 70% മെറ്റീരിയലുകളും രൂപമാറ്റം വരുത്തി പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. വീടിൻ്റെ ചുമരുകൾ അലങ്കരിക്കുന്നത് ആർട്ടിസ്റ്റ് സെബി വരച്ചിട്ടുള്ള അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങുകളാണ്. സൗരോർജത്തിലാണ് വീട് പ്രവർത്തിക്കുന്നത്. നാടിൻ്റെ നന്മയും ബാല്യകൗമാരങ്ങളുടെ ഓർമ്മകളും ഇരുവഞ്ഞിപ്പുഴയുടെ ദൃശ്യവിരുന്നും ചേർത്തൊരുക്കിയിരിക്കുന്ന നൊസ്റ്റാൾജിക്കായ ഈ ട്രോപ്പിക്കൽ ഹൗസ് തദ്ദേശീയമായ കാലാവസ്ഥയോടും പ്രദേശത്തോടും ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു.